SFI പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് രാജ്ഭവന്റെ സുരക്ഷ കൂട്ടി. ഗവർണർ ഇന്ന് തിരുവനന്തപുരത്തേക്ക് മടങ്ങിയെത്തും. അതിന്റെ പശ്ചാത്തലത്തിലാണ് സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. രാജ്ഭവന് മുന്നിൽ കൂടുതൽ പോലീസുകാരെ വിന്യസിക്കും. സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് ലേറ്റസ്റ്റ് വിവരങ്ങൾ നൽകും. സലീം, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്തേക്ക് ഗവർണർ മടങ്ങിയെത്തുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് രാജ്ഭവനിലും ഒപ്പം തന്നെ തലസ്ഥാനത്ത് നഗരിയിലാകെ പോലീസിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നിലവിൽ തിരുവനന്തപുരത്ത് എയർപോർട്ട് മുതൽ രാജ്ഭവൻ വരെയുള്ള 7 കിലോമീറ്റർ ഭാഗത്ത് പോലീസ് ഇതിനോടകം തന്നെ വിവിധ സ്ഥലങ്ങളിലായി ബാരിക്കേഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മാത്രമല്ല പോലീസിൻ്റെ എണ്ണത്തിലും വർധനവുണ്ട്. ഇപ്പോൾ തന്നെ രാജ്ഭവനിൽ സാധാരണ ഉള്ളതിൽ അധികം പോലീസുകാരെ ഈ പ്രദേശത്തേക്ക് വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ ബാരിക്കേഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ആ നിലയിലൊരു വലിയ സുരക്ഷാ വലയത്തിലാണ് രാജ്ഭവനും പരിസരവും തിരുവനന്തപുരവും ഒക്കെ ഉള്ളത്. അതേസമയം ഈ പ്രതിഷേധങ്ങളെ ഈ സുരക്ഷയെ ഒക്കെ മറികടന്നുകൊണ്ട് ഒരു പ്രതിഷേധം സംഘടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് SFI ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തലസ്ഥാനത്തെ ക്യാമ്പസുകളിൽ എല്ലാ ക്യാമ്പസുകളിലും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ പ്രതിഷേധ സൂചകമായുള്ള ബാനർ സ്ഥാപിക്കാൻ SFI ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഞാൻ നിൽക്കുന്നത് സംസ്കൃത കോളേജിന് മുന്നിലാണ്. ഈ സംസ്കൃത കോളേജിൽ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഇത്തരത്തിലൊരു ബാനർ സ്ഥാപിച്ചിട്ടുണ്ട്. മിസ്റ്റർ ചാൻസലർ, നിങ്ങളുടെ വിധേയത്വം സർവകലാശാലയോടായിരിക്കണം, സംഘപരിവാറിനോടാവരുത് എന്നുള്ളതാണ് ഈ സംസ്കൃത കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ബാനറിൽ പറയുന്നത്. ആ നിലയിൽ കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളിലും ബാനർ സ്ഥാപിക്കാൻ SFI സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തലസ്ഥാനത്താകട്ടെ ഈ സമരം തുടങ്ങിയത് തലസ്ഥാനത്താണ്. ആദ്യ ദിവസം ഈ ഗവർണർക്കെതിരെ ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനിടെ ഒരു കരിങ്കൊടി പ്രതിഷേധത്തിൽ നിന്നാണ് ഈ സമരം തുടങ്ങുന്നത്. അതിൻ്റെ തൊട്ടു പിറ്റേ ദിവസം ഗവർണർ ഡൽഹിയിലേക്ക് മടങ്ങുമ്പോൾ ആ സമരം മറ്റൊരു തലത്തിലേക്ക് മാറുന്നത്, ഗവർണർ വാഹനത്തിന് പുറത്തിറങ്ങിയത് ഒരു വലിയ നാടകീയതയിലേക്കൊക്കെ മാറുന്നത് കണ്ടതാണ്. അതിനുശേഷം ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തി കോഴിക്കോട് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തിയതിനു ശേഷം വലിയ തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടക്കുന്ന സംഭവവികാസങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് രാത്രി 9 മണിയോടുകൂടിയാണ് ഗവർണർ തലസ്ഥാനത്തേക്ക് എത്തുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതുവരെ കണ്ടതിനപ്പുറത്തേക്ക് വലിയൊരു സമരത്തിലേക്ക് SFI കടക്കാൻ, അത് തലസ്ഥാനത്തിൽ കടക്കാൻ സാധ്യതയുണ്ട്. കാരണം SFIയെ സംബന്ധിച്ചിടത്തോളം ഏത് രാത്രിയിലും വിളിച്ചാൽ 100-ലധികം പ്രവർത്തകർ എത്തുന്ന ഒരു സ്ഥലമാണ് തിരുവനന്തപുരം. യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളുള്ളത് കൊണ്ട് തന്നെ SFIയുടെ വലിയ ശക്തി കേന്ദ്രമാണ്. ഈ സമരം തുടങ്ങിയെടുത്ത് തന്നെ ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഗവർണർ തിരിച്ചെത്തുമ്പോൾ എല്ലാ ഈ പ്രതിരോധങ്ങളെയും മറികടന്നുകൊണ്ടുള്ളൊരു പ്രതിഷേധം, ഒരുപക്ഷെ ഗവർണർ ഒരു നെവർ ബിഫോർ എന്ന നിലയിൽ തന്നെ നേരിടാവുന്ന ഏറ്റവും വലിയ പ്രതിഷേധത്തിലേക്ക് SFI കടക്കാൻ തന്നെയാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. കാരണം ഈ പ്രതിഷേധങ്ങൾ തുടങ്ങിയ തിരുവനന്തപുരത്ത് അത് അതിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥയിൽ ഗവർണർ അറിയിക്കുക എന്നുള്ളതാണ് SFI ലക്ഷ്യമിടുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ചും SFI കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോട് ഒക്കെ നടത്തിയ ചില നടപടിക്രമങ്ങളുടെ കൂടി പശ്ചാത്തലത്തിൽ വലിയ രീതിയിൽ സമരം എന്തായാലും സംഘടിപ്പിക്കുമെന്ന് SFIയുടെ നേതൃത്വം അറിയിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് 9 മണിക്ക് എയർപോർട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ ഇവിടെ കരിങ്കൊടി കാണിക്കാനും ഒപ്പം തന്നെ ഗവർണർ കടന്നു പോകുന്ന വഴികളിലൊക്കെ ഗവർണർ കാണെ തന്നെ ബാനറുകൾ സ്ഥാപിക്കാനുമുള്ള തീരുമാനം SFI എടുത്തിട്ടുണ്ട്. അതേസമയം പോലീസ് ഈ ബാനറുകൾ അഴിപ്പിക്കുമോ എന്നുള്ളത് കൂടി ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സംസ്കൃത കോളേജിൽ ഉൾപ്പെടെ ഉയർത്തിയിരിക്കുന്ന ബാനർ പോലീസ് അഴിപ്പിക്കുമോ എന്നുള്ള ചോദ്യവും നിലനിൽക്കുകയും ചെയ്യുന്നു. താങ്ക് യു സലീം മാലിക്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.